പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച തമിഴ് സൂപ്പർ താരം വിജയ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിനായുള്ള ഒരുക്കത്തിലാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനായി പാർട്ടിയെ പൂർണ്ണ സജ്ജമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് കരുക്കൾ നീക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയ് തനിച്ച് മത്സരിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തമായ സൂചനകളൊന്നും താരം നൽകിയിട്ടില്ല. വിജയ് ഏത് സഖ്യത്തിന്റെ ഭാഗമാകുമെന്ന ചർച്ചകൾ ശക്തമാകുന്നതിനിടയിലാണ് പാർട്ടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നീക്കവും വിജയ് നടത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാനാണ് വിജയ് ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി വിജയ് ബന്ധപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പുറമെ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, രേവന്ത് റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കാനും വിജയ് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസും CPM-ഉം തമിഴ്നാട്ടിൽ DMK സഖ്യത്തിന്റെ ഭാഗമാണ്. ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തവുമല്ല. മറിച്ച് നേതാക്കൾ പങ്കെടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പുതിയ സഖ്യ സാധ്യതകൾ തുറന്നിടുകയും ചെയ്യും. നേരത്തെ വിജയെ പാർട്ടിയിലേക്ക് പരസ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. അതിനും വർഷങ്ങൾക്ക് മുൻപ് 2009-ൽ വിജയ് ഡൽഹിയിൽ എത്തി അന്ന് AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴും വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു. അതേസമയം TVKയുടെ പതാകയും ചിഹ്നവും കഴിഞ്ഞ മാസം വിജയ് പുറത്തിറക്കിയിരുന്നു. താഴെയും മുകളിലും മെറൂൺ, നടുവിൽ മഞ്ഞയും അടങ്ങുന്നതാണ് പതാക. മഞ്ഞയിൽ ഇരുവശത്തും ഓരോ ആനകളും മധ്യഭാഗത്ത് നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട പീലി വിടർത്തിയ മയിലിന്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും വിജയ് പരിപാടിക്കിടെ അന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ ഞാൻ അത് പ്രഖ്യാപിക്കുമെന്നായിരുന്നു വിജയ് അന്ന് പറഞ്ഞത്. തമിഴക വെട്രി കഴകത്തിന്റെ ഫ്ലാഗ് ആന്തവും അന്ന് പുറത്തിറക്കിയിരുന്നു. മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രമേയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത്. വിവേക് വരികൾ എഴുതിയിരിക്കുന്ന ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് തമൻ ആണ്. വാരിസ് എന്ന സിനിമയ്ക്കായി വിജയും തമനും മുൻപ് ഒന്നിച്ചിരുന്നു. 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയുടെ പുതിയ നീക്കം. തമിഴ്നാട്, കേരളം, പുതുച്ചേരി, കർണാടക എന്നിവിടങ്ങളിലെ പ്രവർത്തകർ ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 22-ന് വിക്രവാണ്ടിയിൽ നടത്തുമെന്നും സൂചനകളുണ്ട്. അതിനുശേഷം വിജയ് സംസ്ഥാന പര്യടനം നടത്തും. എല്ലാവർക്കും തുല്യ അവകാശവും അവസരവും നൽകും. തമിഴ് ഭാഷയെ സംരക്ഷിക്കും. സാമൂഹിക നീതിയുടെ പാതയിൽ മുന്നോട്ടു പോകും എന്നിവയാണ് പാർട്ടിയുടെ പ്രതിജ്ഞ.